ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തിയറം 5 എന്ന് പറഞ്ഞിട്ടൊരു തിയറം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇഫ് W ഈസ് എ സബ്സ്പേസ് ഓഫ് ദ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V, every linearly independent subset of W is finite and is a part of basis for W എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് W എന്നുള്ളത് വിയുടെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെ നമുക്ക് ഡബ്ല്യുവിൻ്റെ തന്നെ ബേസിസിൻ്റെ ഒരു പാർട്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3 കൊറോളറി വരുന്നുണ്ട്. ആ 3 കൊറോളറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൊറോളറി ഇതാണ്: if W is a proper subspace of a finite dimensional vector space, then W is finite dimensional and dimension of W is less than dimension of V. അപ്പോൾ കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പഠിച്ചത് എന്താ വെച്ചാൽ, ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്താലും, ഡബ്ല്യുവിൻ്റെ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്താലും അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്, ഒരു ബേസിസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡബ്ല്യു എന്നുള്ളത് ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? We may suppose W contains a vector alpha not equal to 0. അതായത് ഡബ്ല്യുവിൽ ഒരു വെക്ടർ ഉണ്ട് ആൽഫ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒരു സിംഗിൾ എലമെൻ്റ് ആണ് ഉള്ളതെങ്കിൽ അതെപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നോൺ സീറോ എലമെൻ്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീറോൻ്റെ ലീനിയർ കോമ്പിനേഷനെ നമുക്ക് എന്തെഴുതാം? ഇപ്പോൾ സം C1 ഇൻറ്റു ആൽഫ, ഇവിടെ ആൽഫ എന്നുള്ളതാണ് വെക്ടർ. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റിനെ C1 എന്ന് വിളിക്കാം. സം C1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. അതിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ആൽഫ എന്തായാലും നോൺ സീറോ ആണ്. അപ്പോൾ പിന്നെ സീറോ ആവുന്നത് ഏതായിരിക്കും? C1 ആയിരിക്കും. അപ്പോൾ C1 0 ആയിരിക്കും. അതായത് ആ ലീനിയർ കോമ്പിനേഷനിൽ C1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 ഈക്വൽ ടു 0. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ ഡെഫിനേഷനല്ലേ വരുന്നത്. അതുകൊണ്ട് ഒരു സിംഗിൾ എലമെൻറ്റ് നോൺ സീറോ ആയി വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് വരും. ഓക്കെ, അപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ച അതേ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ ഈസ് എ ബേസിസ് ഓഫ് ഡബ്ല്യു കണ്ടെയ്നിങ് ആൽഫ വിച്ച് കണ്ടെയ്ൻസ് നോ മോർ ദാൻ ഡയമെൻഷൻ ഓഫ് വി എലമെൻറ്റ്സ്. അതായത് ഈ ആൽഫേനെ, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റാണല്ലോ, ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ബേസിസിൻ്റെ ഒരു പാർട്ടാക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് എന്തായാലും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവിനേക്കാളും വലുതായിരിക്കും. കാരണം എന്താ, വിയുടെ ഒരു സബ്സ്പേസ് ആണ് ഡബ്ല്യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ആൽഫ എന്നുള്ളത് ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഡയമെൻഷൻ ഓഫ് വി ആവണം എന്നില്ല. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വിയിൽ എന്തുണ്ടായിരിക്കും? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവിനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു എന്നുള്ളത് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകം ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു ഈസ് എ പ്രോപ്പർ സബ്സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിലുള്ളതിനേക്കാളും ഒരു എലമെൻറ്റെങ്കിലും എന്തായാലും വിയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ദെൻ ദർ ഈസ് എ വെക്ടർ ബീറ്റ ഇൻ വി വിച്ച് ഈസ് നോട്ട് ഇൻ ഡബ്ല്യു. Adjoining beta to this basis of W, we obtain a linearly independent subset. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കൂടെ ഒരു ബീറ്റയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്നുള്ളത് എന്തായിരിക്കും? സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ആൽഫ മാത്രമാകുമ്പോൾ അത് ഡയമെൻഷൻ ഓഫ് വിയോട് ഈക്വൽ അല്ല എന്ന് പറഞ്ഞത്? ഡയമെൻഷൻ ഓഫ് വി കൂടുതലായിരിക്കും എന്ന് പറയാൻ കാരണം എന്താ, ഈ ആൽഫ മാത്രമായിട്ട് നമുക്ക് വിയിലെ വെക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പാൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വി എന്നുള്ളത്, ഡബ്ല്യു എന്നുള്ളത് അതിൻ്റെ സബ്സ്പേസ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് വി ആവണമെങ്കിൽ എന്തായാലും ആൽഫയുടെ കൂടെ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ആഡ് ചെയ്തേ തീരൂ. അതുകൊണ്ട് അത് ആൽഫ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അത് വിയുടെ ബേസിസ് ആവില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനോടനുബന്ധിച്ച് നമുക്കൊരു റിസൾട്ടും കൂടി പറയാം. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും ഈക്വൽ ആണ്. ഡബ്ല്യു എന്നുള്ളത് ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്. രണ്ടിൻ്റെയും
ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു കാര്യം പറയാൻ പറ്റും, എന്താ, എപ്പോഴാണിത് സംഭവിക്കുള്ളൂ? W ഈക്വൽ ടു V. W എന്നുള്ളത് V തന്നെ ആവുമ്പോഴേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൊറോളറി. In a finite dimensional vector space V, every non-empty linearly independent set of vectors is a part of a basis. ഇത് തന്നെയാണ് നമ്മൾ ഡബ്ല്യുവിന് വേണ്ടി പ്രൂവ് ചെയ്തത്. തിയറം 5 ഡബ്ല്യുവിന് വേണ്ടി നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്തത്. അത് വിക്ക് വേണ്ടി പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തിയറത്തിൽ W ഈക്വൽ ടു V എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കൊറോളറി 2ൻ്റെ റിസൾട്ടായി. ഓക്കെ, ഇനി തേർഡ് കൊറോളറി. ലെറ്റ് A be an n/n matrix over a field F. And suppose the row vectors of A form a linearly independent set of vectors in Fn. Then A is invertible. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ളത് A ഒരു n/n മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് അതിൽ n റോസും ഉണ്ട്, n കോളംസും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Fn എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ മുമ്പ് Fn പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു Fn എന്ന് പറഞ്ഞാൽ? സെറ്റ് ഓഫ് ഓൾ n ട്രിപ്പിൾസിൻ്റെ സെറ്റാണ്. ഓക്കെ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്? 1 0 0 0. പിന്നെ സെക്കൻഡ് കോർഡിനേറ്റ് 1 ആയിട്ട് വരും, 0 1 0 0 0. പിന്നെ തേർഡ് കോർഡിനേറ്റ് 0 0 1 0 0 0. അങ്ങനെ n ടേംസ് ഉള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ n ട്രിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ബി ദ റോ വെക്ടേഴ്സ് ഓഫ് എ. എയുടെ റോ വെക്ടേഴ്സ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ 1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ റോ വെക്ടർ. ഓക്കെ, ആൽഫ 2 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ റോവിനെ സൂചിപ്പിക്കുന്നത്. ആൽഫ 3 എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ റോവിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറയുന്നതാണ് റോ വെക്ടേഴ്സ് ഓഫ് എ. ആൻഡ് സപ്പോസ് ദാറ്റ് W is a subspace of Fn spanned by alpha 1, alpha 2, etc. alpha n. ഈ വെക്ടേഴ്സ് വെച്ചിട്ടാണ്, ഈ റോ വെക്ടേഴ്സ് വെച്ചിട്ടാണ് ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് ഏതിൻ്റെ സബ്സ്പേസ് ആണ്? Fnൻ്റെ സബ്സ്പേസ് ആണ്. സിൻസ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ദ ഡയമെൻഷൻ ഓഫ് W ഈസ് n. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n എന്ന് പറയുന്നത് ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, സിൻസ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് W n ആണെന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാണ്? Fnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിൽ n വെക്ടേഴ്സ് ആണ്. W എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനായിട്ടുള്ള ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷനും എഫിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആവണം എപ്പോഴാണ്? ഡബ്ല്യുവും Fnനും ഈക്വൽ ആകുമ്പോഴാണ്. ഇവിടെ പറഞ്ഞത് എന്താ? Fnൻ്റെ അതേ റോ വെക്ടേഴ്സ് തന്നെയാണ് ഡബ്ല്യുവിൻ്റെയും ബേസിസ് ആയിട്ട് വരുന്നതെന്നാണ്. ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n എന്നത് സ്പാൻ ചെയ്യുന്നുമുണ്ട്, അതേസമയം എന്ത് പറയുന്നുണ്ട്? ആൽഫ 1, ആൽഫ 2, എക്സെട്ര എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ ഡയമെൻഷൻ എന്നാന്ന് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, റോ വെക്ടേഴ്സ് ഓഫ് എ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തത് എന്തൊക്കെയാണ്? ആ റോ വെക്ടേഴ്സ് ആദ്യം തന്നെ സ്പാൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് അത് അതിൻ്റെ ബേസിസ് ആയിരിക്കും. അപ്പോൾ Fnൻ്റെ ബേസിസിലുള്ള എലമെൻസിൻ്റെ എണ്ണം നമുക്കറിയാം n ആണെന്ന്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷനിലും എന്ത് തന്നെയായിരിക്കും? n എലമെൻറ്റ്സ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കൊറോളറി 1 നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസ് ആവുകയും, ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W ഈസ് ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് V എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്? രണ്ടിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണെന്നാണ് പഠിച്ചത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മളൊരു നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ രണ്ടിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ അതെപ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ? W ഈക്വൽ ടു Fn ആകുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? W ഈസ് ഈക്വൽ ടു Fn എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ W ഈക്വൽ ടു Fn എന്ന് കിട്ടി. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് എന്ത് പറയാൻ പറ്റും? There exist scalars Bij in F such that EI ഈക്വൽ ടു, അതായത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് പറയുന്നത് കേട്ടോ. Fnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിനെ നമ്മൾ E1, E2, എക്സെട്ര En എന്ന് എഴുതിയില്ലേ, അതിൽ EIനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സിഗ്മ J വാരീസ് ഫ്രം 1 to n Bij ഇൻറ്റു ആൽഫ J. ഇതെങ്ങനെയാണ് എഴുതിയത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റോ വെക്ടേഴ്സ് എന്ന് പറയുന്നത് Fnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് പോലെ തന്നെയാണ് W വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഫസ്റ്റ് എലമെൻറ്റിനെ EI എന്നുള്ള ഫസ്റ്റ് എലമെൻറ്റിനെ
ആദ്യത്തെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്. അതായത് ഇവിടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മെട്രിസസ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ 1 ആൽഫ 2 എന്നുള്ളത് റോ വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. BIJ എന്നുള്ളത് ഒരു n/n മെട്രിക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. BIJനെ അതിലെ ആദ്യത്തെ റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറ്. അപ്പോൾ ആദ്യത്തെ ഈ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ ജെ എന്ന് എഴുതാം. കാരണം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നുള്ളത് ബേസിസ് ആയതുകൊണ്ട് ഡബ്ല്യൂവിലെ ഏത് എലമെൻറ്റിനെയും നമുക്ക് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഡബ്ല്യൂയും FN ഈക്വൽ ആയതുകൊണ്ട് FNയിലത്തെ ഏത് എലമെൻറ്റിനും ഈ സെയിം ലീനിയർ കോമ്പിനേഷൻ വെച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഐനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സിഗ്മ ജെ വാരീസ് ഫ്രം 1 to n BIJ ഇൻറ്റു ആൽഫ ജെ. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? സ്റ്റാൻഡേർഡ് ബേസിസ് ആകുമ്പോൾ ആ മെട്രിക്സ് എങ്ങനെയായിരിക്കാം? ആ മെട്രിക്സിലത്തെ എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻറ്റപ്പിളായിട്ട് എഴുതുമ്പോഴാണ് 1 0 0 0 എന്ന് എഴുതുക. മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? അപ്പോൾ ഒരു 3/3 എക്സാമ്പിൾ പറയാം. F3ക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 0 0 മെട്രിക്സ് 1 0 0 0 1 0 0 0 1 എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു യൂണിറ്റ് മെട്രിക്സ് ആണ്. ഓക്കെ, യൂണിറ്റ് മെട്രിക്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? ഒരു യൂണിറ്റ് മെട്രിക്സ് വരും. BIJ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് വരും. പിന്നെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ അത് ബേസിസ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്നുള്ളത് എന്താണ്? ഒരു നോൺ സീറോ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താ കിട്ടിയത്? ഒരു യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ആ കോഎഫിഷ്യൻ മെട്രിക്സിനെ ആദ്യത്തെ മെട്രിക്സിനെ ബി എന്നും ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നിൻ്റെ മെട്രിക്സിനെ എ എന്നും റെപ്രസെൻറ്റ് ചെയ്താൽ BA ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മെട്രിക്സ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ഐ ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ മെട്രിക്സിന് മാത്രമേ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റൂ. A ഇൻറ്റു ബി ഈക്വൽ ടു ഐ ആണെങ്കിൽ എയും ബിയും നമുക്ക് എന്താണെന്ന് പറയാം? ഇൻവെർട്ടിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇൻവേഴ്സ് അങ്ങനെയുള്ള ഇതിന് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എ എന്താണെന്ന് പറയാം? ഇൻവെർട്ടിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത തിയറം. If W1 and W2 are finite dimensional subspaces of a vector space V, then W1 plus W2 is finite dimensional and dimension of W1 plus dimension of W2 equal to dimension of W1 intersection W2 plus dimension of W1 plus W2. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പഠിച്ച തിയറംസും കൊറോളറീസും തന്നെയാണ് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറും 5ഉം അതിൻ്റെ കൊറോളറീസും യൂസ് ചെയ്തിട്ട് W1 ഇൻ്റർസെക്ഷൻ W2 ഹാസ് എ ഫൈനൈറ്റ് ബേസിസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ K വിച്ച് ഈസ് എ പാർട്ട് ഓഫ് എ ബേസിസ് ഓഫ് W1 ആൻഡ് W2 എന്ന് പറയാൻ പറ്റും. അതായത് ഇങ്ങനെ എടുക്കാം. W1ലുള്ള എല്ലാ എലമെൻസും W1 ഇൻ്റർസെക്ഷൻ W2ലുണ്ടായിരിക്കും. തിരിച്ച് W1 ഇൻ്റർസെക്ഷൻ W2ലുള്ള എല്ലാ എലമെൻസും W1ലുണ്ടായിരിക്കും. W1 ഇൻ്റർസെക്ഷൻ W2ലുള്ള എല്ലാ എലമെൻസും W2വിലും ഉണ്ടായിരിക്കും. അത് നമുക്ക് ഉറപ്പായിട്ടും പറയാമല്ലോ അല്ലേ? അപ്പോൾ W1ഉം ഫൈനൈറ്റ് ഡയമെൻഷനലാണ്, W2ഉം ഫൈനൈറ്റ് ഡയമെൻഷനലാണ്. അപ്പോൾ W1 ഇൻ്റർസെക്ഷൻ W2ഉം എന്തായിരിക്കും? ഫൈനൈറ്റ് ഡയമെൻഷനൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസ് നമ്മൾ എടുക്കുകയാണ്, ഇൻ്റർസെക്ഷൻ്റെ ബേസിസ് എടുക്കുകയാണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ K. ബേസിസ് ആയതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ബേസിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബേസിസിൻ്റെ പാർട്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസായ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ Kനെ W1ൻ്റെ ബേസിസിൻ്റെയും W2വിൻ്റെ ബേസിസിൻ്റെയും ഒരു പാർട്ടാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. മുമ്പത്തെ തിയറത്തിൽ അതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ W1ൻ്റെ ബേസിസ് നമുക്ക് എന്തെടുക്കാം? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ Kയുടെ കൂടെ കുറച്ച് എലമെൻറ്റ്സ് നമ്മൾ കൂട്ടുന്നു, β1 β2 എക്സെട്ര βm. അതുപോലെ W2ൻ്റെ ബേസിസിൽ നമ്മൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ Kയുടെ കൂടെ γ1 γ2 എക്സെട്ര γn എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? W1 പ്ലസ് W2 ഈസ് സ്പാൻഡ് ബൈ ദ വെക്ടേഴ്സ്. ഈ എല്ലാ വെക്ടേഴ്സും വെച്ച് സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കാം. അതായത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ K, β1 β2 എക്സെട്ര βk, γ1 γ2 എക്സെട്ര γk എന്ന് അല്ല, അത് അതിൻ്റെ ബേസിസ് ആണെന്ന്, സ്പാൻ ചെയ്യണമെന്നല്ല, അത് അതിൻ്റെ ബേസിസ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ W1 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. W1 പ്ലസ് W2യിലത്തെ എലമെൻസിൻ്റെ ഫോം എന്താ?
W1ത്തെ എലമെൻസിൻ്റെ ഫോം പ്ലസ് W2ലെ എലമെൻറ്റിൻ്റെ ഫോമാണ് W1 പ്ലസ് W2 എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് W1ലും വൈ എന്ന് പറയുന്നത് W2ലുണ്ടെങ്കിൽ W1 പ്ലസ് W2ലത്തെ എലമെൻസിൻ്റെ ഫോം എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ W1ൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എം വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ W2ൽ എങ്ങനത്തെ എലമെൻറ്റ്സ് ആണ്? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ഗാമ 1 ഗാമ 2 എക്സെട്ര ഗാമ കെൻ്റെ ലീനിയർ കോമ്പിനേഷനിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏതിൽ വരും? W2ൽ വരും. അപ്പോൾ W1 പ്ലസ് W2ൽ ഏത് ഫോമിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും വരിക? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ കെ ഗാമ 1 ഗാമ 2 ഗാമ 3 എക്സെട്ര ഗാമ കെ. ഇതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷനിലുള്ള എലമെൻറ്റ്സ് അല്ലേ W1 പ്ലസ് W2ൽ വരിക അല്ലേ? അപ്പോൾ ഈ വെക്ടേഴ്സ് വെച്ചിട്ടാണ് അത് സ്പാൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക എങ്ങനെയാണ്? ഇതിൻ്റെ എല്ലാം ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുക്കുക. അതായത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ഗാമ 1 ഗാമ 2 ഗാമ 3 എക്സെട്ര ഗാമ എൻ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എം ഇതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അതിൻ്റെയൊക്കെ കോയിഫിഷ്യൻസ് എന്താണെന്ന് പ്രൂവ് ചെയ്യാം. അത് ലീനിയർ കോമ്പിനേഷൻ എടുത്ത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ അതിൻ്റെയൊക്കെ കോയിഫിഷ്യൻസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ W1 പ്ലസ് W2ലെ എലമെൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? സിഗ്മ എക്സ് ഐ ആൽഫ ഐ പ്ലസ് സിഗ്മ വൈ ജെ ബീറ്റ ജെ പ്ലസ് സിഗ്മ സെഡ് ആർ ഗാമ ആർ ഈക്വൽ ടു 0 ഇങ്ങനെയുള്ളൊരു ഫോമിലായി. ഈക്വൽ ടു 0 അല്ല, ലെഫ്റ്റ് സൈഡിലുള്ള എലമെൻസിൻ്റെ ഫോമിലായിരിക്കും W1 പ്ലസ് W2ലെ എലമെൻസ് ഉണ്ടാവുക. അതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? എല്ലാ എക്സ് ഐസും 0 ആയിരിക്കും, എല്ലാ വൈ ഐസും 0 ആയിരിക്കും, എല്ലാ സെഡ് ഐസും 0 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അതിൽ സെഡ് ആർ ഗാമ ആറിൻ്റെ ടേംസിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? മൈനസ് സിഗ്മ സെഡ് ആർ ഗാമ ആർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ആൽഫ ഐ പ്ലസ് സിഗ്മ വൈ ജെ ബീറ്റ ജെ. ഒന്നുമില്ല, ഒരു ടേമിനെ മാത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കും. ഇനി ഇതിൽ ലെഫ്റ്റ് സൈഡിലെ എലമെൻറ്റ്സ് എവിടെയായിരിക്കും കിടക്കുക? ഗാമയുടെ ലീനിയർ കോമ്പിനേഷനൊക്കെ എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? W2ലാണ് കിടക്കുന്നുണ്ടാവുക. ഗാമയുടെ ലീനിയർ, കാരണം നമ്മൾ W2ൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെയും ഗാമ 1 ഗാമ 2 എക്സെട്ര ഗാമ എന്നും ആയിരുന്നു. അപ്പോൾ ഗാമയുടെ ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ എവിടെയായിരിക്കും കിടക്കുക? W2ലായിരിക്കും കിടക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷനിൽ ഇവിടെ കിടക്കുന്ന ടേംസ് എല്ലാം ഏതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക? W2ലെ എലമെൻറ്റ്സ് ആണ്. ഇതെല്ലാം W2ലെ എലമെൻറ്റ്സ് ആണ്. പക്ഷേ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലായിരിക്കും കിടക്കുക? റൈറ്റ് സൈഡിലുള്ളത്, അതായത് ഇത് മൊത്തം എവിടെയായിരിക്കും കിടക്കുക? ആൽഫ ഐൻ്റെയും ബീറ്റ ജെൻ്റെയും ഫോമിൽ, അതൊക്കെ W1ലാണ് കിടക്കുക. അപ്പോൾ ഇത് W1ലും ഇത് W2ലും, അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈക്വൽ ആണ്. W1ലെ എലമെൻസിൻ്റെ ഫോം ഇതാണ്, അത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ, ഈക്വൽ ടു ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ സെഡ് ആർ ഗാമ ആർ എന്ന് പറയുന്നത് W1ലും ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, W2ലുണ്ടെന്നാണ് ആക്ച്വലി നമുക്കറിയുന്നത്. പക്ഷേ അത് ഈക്വൽ ടു W1ലത്തെ എലമെൻറ്റിൻ്റെ ഫോം ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ലെഫ്റ്റ് സൈഡിലുള്ള എലമെൻറ്റും എന്തിലുണ്ട്? W2ലുണ്ടെന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ലെഫ്റ്റ് സൈഡിലുള്ള ഈ എലമെൻറ്റ് W1ലെയും എലമെൻറ്റാണ്, W2ലെയും എലമെൻറ്റാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത് W1 ഇൻ്റർസെക്ഷൻ W2ലെ എലമെൻറ്റാണെന്ന് അർത്ഥം അല്ലേ? W1 ഇൻ്റർസെക്ഷൻ W2ലെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർസെക്ഷനിൽ ഏതാണ് ബേസിസ് എന്ന് നമ്മൾ തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെയാണ് ഇൻ്റർസെക്ഷനിലുള്ള എലമെൻസിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ സെഡ് ആറിനെ എങ്ങനെ എഴുതാം? സിഗ്മ സെഡ് ആർ ഗാമ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സി ഐ ആൽഫ ഐ. കാരണം ഇൻ്റർസെക്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ സിഗ്മ സെഡ് ആർ ഗാമ ആർ ഈക്വൽ ടു സിഗ്മ സി ഐ ആൽഫ ഐ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗാമ ആറും എൻ്റെ ടേമും ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷനാണ്. ഗാമയുടെയും ആൽഫയുടെയും ലീനിയർ കോമ്പിനേഷനാണ്. ഗാമയുടെയും ആൽഫയുടെയും ലീനിയർ കോമ്പിനേഷനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗാമയും ആൽഫയും എവിടെ കിടക്കുന്ന എലമെൻസാണ്? W2ൽ കിടക്കുന്ന എലമെൻസാണ്. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് W2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ് സ്പേസ് ആണ്. ഓക്കെ, സബ് സ്പേസ് ആയതുകൊണ്ട് അതിന് എന്തുണ്ടായിരിക്കും? ബേസിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ബേസിസ് ഉണ്ടെന്നല്ല, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ബേസിസിലെ എലമെൻറ്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഗാമ ആറിൻ്റെയും ആൽഫാൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം എന്തായിരിക്കും?
സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, എല്ലാ ZRും സീറോ ആണ്, എല്ലാം CIസും സീറോ ആണെന്ന് പറയാൻ പറ്റും. കാരണം W2 എന്നുള്ളത് ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് അതിൻ്റെ ബേസിസിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ZRും CRും സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ZR എന്നുള്ളത് സീറോ ആണെന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഓൾ ZI ഈക്വൽ ടു സീറോ, ഓൾ CI ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്കിനി എന്തൊക്കെയാണ് കിട്ടാനുള്ളത്, ആൽഫയുടെ കോയിഫിഷ്യൻസ് എല്ലാം സീറോ ആണെന്നും കിട്ടിയിട്ടുണ്ട്, ഗാമയുടെ കോയിഫിഷ്യൻസ് എല്ലാം സീറോ ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബീറ്റയുടെ കോയിഫിഷ്യൻസും കൂടി എന്ത് ചെയ്യണം, സീറോ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് സിഗ്മ XI ആൽഫ I പ്ലസ് സിഗ്മ YJ ബീറ്റ J ഈക്വൽ ടു സീറോ എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇനി അത് സീറോ എന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ആൽഫ ഐയും ബീറ്റ ജെയും എന്നുള്ളത് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം W1ൻ്റെ ബേസിസിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ XIസും സീറോ ആയിരിക്കും, എല്ലാ YJസും സീറോ ആയിരിക്കും. അപ്പോൾ എല്ലാ XIസും സീറോ ആയിരിക്കും, എല്ലാ YJസും സീറോ ആയിരിക്കും. അപ്പം മുമ്പ് നമുക്ക് എന്താ കിട്ടിയത്, എല്ലാ ZIസും സീറോ ആയിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അപ്പോൾ തൊട്ട് മുമ്പിൽ, അതായത് ഇവിടെ നമുക്ക് എല്ലാ XIസും സീറോ ആയിരിക്കും, എല്ലാ YJസും സീറോ ആയിരിക്കും, എല്ലാ ZIസും സീറോ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ, ഈ ലീനിയർ കോമ്പിനേഷനിലെ എല്ലാ കോയിഫിഷ്യൻസും സീറോ ആണ്. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ വെക്ടേഴ്സ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര, ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര, ഗാമ 1 ഗാമ 2 എക്സെട്ര ഗാമ n എന്നുള്ളത് ഏതിൻ്റെ ബേസിസ് ആണ്, W1 പ്ലസ് W2ൻ്റെ ബേസിസ് ആണ് എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് എന്താ പറയുക, നമ്പറിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ K പ്ലസ് ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ M ആയിരുന്നു. അപ്പോൾ അതിൽ എത്ര എലമെൻസാണ്, K പ്ലസ് പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 എന്ന് പറഞ്ഞാൽ എത്ര എലമെൻസാണ്, K പ്ലസ് N എലമെൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K പ്ലസ് M പ്ലസ് K പ്ലസ് N. ജസ്റ്റ് ഒന്ന് ഓർഡർ മാറ്റി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ K എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ K ഏതിലൊക്കെ ഉണ്ട്, ഡയമെൻഷൻ ഓഫ് W1ലും ഉണ്ട്, W2ലും ഉണ്ട്. അതായത് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 പ്ലസ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൂഫ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനും കൂടി നമ്മുടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ.